ഇപ്പോൾ റഫറൽ പ്രോഗ്രാംസ്, അഫിലിയേറ്റീവ് പ്രോഗ്രാംസും അതുപോലെ തന്നെ അഫിലിയേഷൻ ഇല്ലാത്ത പ്രോഗ്രാമും തമ്മിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര രീതിയിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെയും അഫിലിയേറ്റ് ചെയ്യാൻ അവർ റെഡിയല്ല, പക്ഷെ അവിടെ എവിടെയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതിനെന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? നേരെ മറിച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അഫിലിയേറ്റ് പ്രോഗ്രാമിലൂടെ വന്നു കഴിഞ്ഞാൽ ആ അഫിലിയേഷനിലൂടെ കിട്ടുന്ന ബെനിഫിറ്റും അതല്ലാതെ കിട്ടുന്ന ഡിസഡ്വാൻറ്റേജും തമ്മിലുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് പറയാമോ? ഇത് ആളുകൾ ജനറലി കുറെ കൂടി അട്രാക്റ്റീവ് ആകുന്നത് ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന മെത്തേഡുകളോടാണ്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതിന്റെ ഡേഞ്ചറസ് ആളുകൾ റിയാലിറ്റിയിൽ മനസ്സിലാക്കുന്നില്ല. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പല രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ പറയും ഡെയിലി പ്രോഫിറ്റ് 11%, 0.5%, മേ ബി 2%, മേ ബി മന്ത്ലി സം കൈൻഡ് ഓഫ് പെർസെൻറ്റേജ്, അതല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രോഫിറ്റ് സിസ്റ്റം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കഴിഞ്ഞ നാളുകൾ, ഇത് ക്രിപ്റ്റോ എന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും കാലങ്ങളായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കാം സിസ്റ്റമാണ് ഈ ഒരു ഒന്നും ചെയ്തില്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഒരു പ്രോസസ്സിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ചെയ്യാതെ കിട്ടുന്ന ഇൻകത്തിനെ കുറെ കൂടി ആളുകൾ അത്ര അഗ്രസീവായിട്ട് കാണും. പക്ഷേ ഈ അഫിലിയേറ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ കോയിൻഫോർജിന്റെ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ടോക്കൺ വാങ്ങുക എന്നുള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ. കാരണം അല്ലെങ്കിൽ നമ്മൾ ത്രൂ ആളുകൾ ചെയ്യുന്നതും കോയിൻഫോർജിന്റെ ടോക്കൺ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടോക്കൺ ഫ്യൂച്ചറിൽ അതിന്റെ ഗ്രോത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് അതിന് എൻ്റയർ എക്കോസിസ്റ്റത്തിനെയും ഈ റോഡ് മാപ്പിനെയും ബേസ്ഡ് ചെയ്തിട്ടാണ്. ഇപ്പം എനിക്കൊന്ന് എംപവറിന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ എംപവർ ചെയ്ത സിസ്റ്റം 2020 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് 2022 ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, മെറ്റാഫോഴ്സ് പോലുള്ള പ്രോഗ്രാം ചെയ്തത് മുതൽ അതിന്റെ കോയിന്റെ വളർച്ചയും അതേപോലെ തന്നെ കോയിൻഫോർജ് ഇപ്പോൾ ചെയ്യുമ്പോൾ അത് ഓരോ ആളുകളിലേക്ക് റെഫർ ചെയ്യുന്ന സമയത്തും ആളുകൾക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിന്റെ ആ ഒരു ചിന്തക്കപ്പുറത്തേക്ക് ആ ഫ്യൂച്ചറിലേക്ക് വരുന്ന ആ ടോക്കന്റെ വാല്യൂ അവർക്കൊരു അസറ്റായിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഈ അവസാനം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ല ആക്ച്വലി. നമ്മളിപ്പം എങ്ങനെയാണോ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഉദ്ദേശിച്ചിട്ട് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആ ടോക്കൺ കളക്ട് ചെയ്ത് വെക്കുന്നത്, അതിനേക്കാൾ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ആ ടോക്കന്റെ വാല്യൂ കൂടുന്നതിനുള്ള സമയത്തിനേക്കാളും അപ്പുറത്തേക്ക് റിയൽ ടൈമിൽ ആ റെഫർ ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ഇൻകം അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അത് USDT ആണ്. അത് വരാൻ പോകുന്ന ടോക്കനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ടോക്കനായിട്ടോ ഒന്നും അതിനൊരു എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഇല്ല. കാരണം എല്ലാം നടക്കുന്നത് ആ സെയിം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടോക്കൺ കിട്ടേണ്ടതും അതേപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൽ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആ സെയിം സെക്കൻഡിൽ. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയുന്നതും പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതും. റെഫറൽ പ്രോഗ്രാമിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ആളുകൾ പറയും നമ്മൾ ഒരാളിലേക്ക് കൊടുക്കണ്ട. ഈ എന്താ ആളുകളിലേക്ക് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും ആരുടെക്കോ സാധനം നമ്മൾ ഷോപ്പിൽ കൊണ്ടുവെക്കുന്നു, നമ്മൾ മറ്റൊരാളിലേക്ക് റെഫർ ചെയ്യുന്നു. അത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻഫോടെക് പോലുള്ള വലിയ വലിയ IT കമ്പനികൾ പോലും റെഫറൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ആളുകളെ കണ്ടെത്തുന്നത്. ആ റെഫറൽ റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നതിന് ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് റെഫറൽ സിസ്റ്റമാണ്. അത് കോയിൻഫോർജ് ആകുമ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പം നമുക്കൊക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അത് ലൈവ് ഇൻകമാണ്, റിയൽ ഇൻകമാണ്. ആ ഒരു നമ്മൾ ചെയ്ത സിസ്റ്റത്തെ 2 പേരിലേക്കോ ഒരാളിലേക്കോ അതിന്റെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ ചെയ്തതിന്റെയും നമ്മൾ സ്പെൻഡ് ചെയ്തതിന്റെയും കൂടുതൽ നമുക്ക് എന്ത് റിട്ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അവസാനം വരുന്നെന്ന് പറയുന്ന ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പം പറയാറുണ്ട്. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത് അവർക്കൊരു അസറ്റ് അവരുടെ കയ്യിലുണ്ട്. അത് എത്ര ചെറിയ നമ്പേഴ്സ് ഓഫ് ടോക്കൺ ആണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഭാവിയിൽ അതൊരു അസറ്റായിട്ട് തന്നെ അവരുടെ കയ്യിലുണ്ടാകും. അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് ടോക്കനുകളൊക്കെ വളർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും റോഡ് മാപ്പും പ്രോജക്റ്റുകളൊക്കെ ഉള്ള ടോക്കൺ ആകുമ്പോൾ നല്ല റിസൾട്ടിലേക്ക് എത്തും.